അഷ്റഫ് സാഹിബിന് എൻ്റെ പേര് വിട്ടുപോയതിൽ നിങ്ങളാരും സംശയം ഉണ്ടാകേണ്ട കാര്യമല്ല. 30-35 കൊല്ലമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് യാത്ര ചെയ്യുകയും മറ്റൊക്കെ ചെയ്തതാണ്. പെട്ടെന്ന് അങ്ങനെ ഒന്നും സംഭവിച്ചാണ്. ഏതായാലും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുവാൻ നിയ്യത്ത് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സദസ്സാണ്. വേദിയിൽ അതിന് നേതൃത്വം നൽകുന്ന പ്രഗത്ഭരായ പ്രശസ്തരായ ആളുകളും സന്നിധരായിട്ടുണ്ട്. നമുക്കറിയാം, സമയവും സമ്പത്തും ശരീരവും ആത്മാവുമൊക്കെ ഒന്നിച്ച് യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ്. എല്ലാ ഇബാദത്തുകളും തഖ്വ ഉൽപ്പാദിപ്പിക്കുവാനും തഖ്വ ഉണ്ടാക്കുവാനും വേണ്ടി ആണെന്ന് പറയുന്നതോടൊപ്പം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ തഖ്വയുമായി പുറപ്പെടുവാനാണ് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ജീവിതത്തിൽ ആവശ്യമുള്ള ഹജ്ജ് യാത്രയിൽ ആവശ്യമുള്ള എല്ലാ പാതയും ഒരുക്കുന്നതോടൊപ്പം അതിലുപരിയായി തഖ്വയുള്ളൊരു മനസ്സോടുകൂടിയാണ് നാം ഓരോരുത്തരും ഹജ്ജിന് പുറപ്പെടേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യാത്ര തന്നെ ഒരു പ്രശ്നമാണ്. എത്ര തന്നെ നമുക്ക് സൗകര്യങ്ങളുണ്ടായാലും അവിചാരിതമായും അനവസരത്തിലുമൊക്കെ പലതും നമ്മുടെ മുമ്പിലേക്ക് പൊട്ടി വീഴുന്ന അവസ്ഥ ഉണ്ടാവും. അതിനൊക്കെ കൂട്ടമായി നാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പടച്ചവൻ്റെ പ്രീതി ലഭിച്ചുകൊണ്ട് തിരിച്ചു വരിക എന്ന ഒരു ആത്മീയ യാത്രയിലേക്കുള്ള ഏതാണ്ട് ഔദ്യോഗികമായ ഒരു കാൽവെപ്പാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. യാത്രയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുക, യാത്രയുടെ ചൈതന്യം, ഹജ്ജ് യാത്രയുടെ ചൈതന്യം പറയുക, അതിൻ്റെ കർമ്മം, പ്രത്യേകിച്ചും ഉംറ കർമ്മത്തിൻ്റെ വിശദാംശങ്ങൾ പറയുക, മറ്റ് ഈ യാത്രാ സംഘത്തിലെ ആളുകളെ പരിചയപ്പെടുക, യാത്രയുടെ മറ്റ് കാര്യങ്ങൾക്ക് വിവരിക്കുക, അറിയിക്കുക, ഇത്തരം ആവശ്യങ്ങൾക്കാണ് ഈ ഒരു യോഗം നാം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഹജ്ജ് യാത്രയുടെ അനുഭവങ്ങൾ, നീണ്ടകാലം ഖാദിമുൽ ഹുജ്ജാജായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള സിറ്റി അബ്ദുൽ ഖാദർ സാഹിബിയുടെ കുറഞ്ഞ സമയത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടും. പലതും നമുക്ക് അതൊരറിവായി മാറുമെന്ന് തന്നെയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു ക്ലാസ് ഇവിടെ നടക്കുവാൻ പോകുന്നത്, ഇവിടെ സൂചിപ്പിച്ച ഷംസുദ്ദീൻ നദ്വിയുടെ ഹജ്ജിൻ്റെ ചൈതന്യം എന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് നടക്കും. അതിനുശേഷം ഒരു 20 മിനിറ്റ് പരിചയപ്പെടൽ ഉണ്ട്. കാരണം പരസ്പരം അറിയുക എന്നതും, പ്രത്യേകിച്ച് യാത്രയുടെ മുമ്പ് പരസ്പരം അറിയുക എന്നുള്ളത് ഹജ്ജ് യാത്ര അല്ലെങ്കിൽ ഉംറ യാത്രയിൽ ഏറ്റവും അനിവാര്യമായൊരു സംഗതിയാണ്. പലപ്പോഴും കുടുംബാംഗങ്ങളെക്കാളും കൂടുതൽ അടുത്തുകൊണ്ടായിരിക്കും ഹജ്ജ് യാത്രയും ഉംറ യാത്രയിലുള്ള ആളുകൾ തിരിച്ചു വരിക എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതിന് കൂടുതൽ പ്രചോദനം നൽകുന്ന രീതിയിൽ പരസ്പരം അറിയുന്നതിൻ്റെ ഒരു തുടക്കം, ശേഷം യാത്രയിൽ ഒരുപാട് പരിചയപ്പെടുകയും മടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതുമുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു പരിചയപ്പെടലൂടെ നടക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിപാടിയുടെ അവസാന ഭാഗമായിക്കൊണ്ട് ജനാബ് ബഷീർ മൊയ്തീൻ സാഹിബ് അവരുടെ ഉംറയുടെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ഹജ്ജ് സംബന്ധമായ കാര്യങ്ങളും അതും ഇനിയും നമുക്ക് സമയമുള്ളത് കൊണ്ടും
അതുപോലെ തന്നെ കൂടുതൽ ഹജ്ജ് വേളയിലോട് അടുക്കുന്ന സമയത്ത് ചെയ്യാമെന്നതിനായിരിക്കും കൂടുതൽ ഉത്തമം എന്നതുകൊണ്ടും ആ ക്ലാസ് ഇൻഷാ അല്ലാ നമ്മുടെ യാത്രയുടെ ഹജ്ജിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അതാത് അമീറുമാർ നിർവഹിക്കുകയും കൂടുതൽ പറഞ്ഞു തരും. നിങ്ങൾ അത് സംബന്ധമായിട്ട് ഒരുപാട് കേൾക്കുകയും വായിക്കുകയും മറ്റും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പിന്നെ ഒരു ക്ലാസ് എന്ന നിലക്ക് ഹജ്ജുമായിട്ടുള്ള ക്ലാസ് ഹജ്ജ് വേളയിൽ തന്നെ ഹജ്ജ് നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് ആയിരിക്കും കുറച്ചുകൂടി ഹാജിമാർക്കും ഹാജികൾക്കൊക്കെ ഉപകാരപ്പെടുന്നുള്ളതും സമയത്തിൻ്റെ കുറവ് കൊണ്ടും ഹജ്ജ് ക്ലാസ് അന്നായിരിക്കും, അല്ലെങ്കിൽ ഹജ്ജ് വേളയിൽ മക്കയിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മദീനയിൽ വെച്ചിട്ടായിരിക്കും ആ ക്ലാസ് നടക്കുക എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് ശേഷം നമുക്കറിയാം 2 ഗ്രൂപ്പായിട്ടാണ് നിയോ ട്രാവൽസിൻ്റെ ഹാജിമാർ യാത്ര കൂടുന്നത്. 2-ാം തീയതിയും അഥവാ 1-ാം തീയതി രാത്രി കോഴിക്കോടെത്തി 2-ാം തീയതി രാവിലെയുള്ള ഫ്ലൈറ്റിനും മറ്റ് ഗ്രൂപ്പ് 12-ാം തീയതിയുമാണ് പുറപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഇരുത്തിയിട്ടുള്ളത്. അവരുടെ യാത്രയും സംബന്ധമായ കാര്യങ്ങളൊക്കെ അതായത് ഈ പൊതുവായ വിഷയങ്ങൾ അവസാനിച്ചതിന് ശേഷം 2 ഗ്രൂപ്പുകളും തമ്മിലുള്ള അവരുടെ വിവരങ്ങൾ അവരെ നേരിട്ട് അറിയിക്കുന്നതുമാണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടിയ ഈ സദസ്സിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഹജ്ജ് യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട ളുഹറോടുകൂടി 12:15 ഈ പൊതു പരിപാടി നാം ഉദ്ദേശിക്കുന്നത്. 12:15 അവസാനിപ്പിക്കുക എന്നാണ്. അതിനുശേഷം ഒരു അരമണിക്കൂർ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനും പറഞ്ഞു കൊടുക്കാനും ഉപയോഗിക്കും. ശേഷം നമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം ഒരു 1:45 തന്നെ അല്ലെങ്കിൽ 2 മണിയോടുകൂടി എല്ലാവർക്കും പിരിയാമെന്ന ഒരു ഷെഡ്യൂളാണ് നമുക്കിവിടെ കാണുന്നത്. ഈ പരിപാടിയുടെ ആദ്യ ഇനമായി ഹജ്ജ് യാത്രയിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ജനാബ് CT അബ്ദുൽ ഖാദർ സാഹിബ് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.